പ്രിയപ്പെട്ട സഹോദരന്മാര് മനസ്സിലാക്കണം, ഹക്ക് ബോധ്യമായി കഴിഞ്ഞ നിമിഷം മുതൽ, ഹക്ക് ബോധ്യമായി കഴിഞ്ഞ സെക്കൻഡ് മുതൽ ഹക്കിന്റെ പാതയിലേക്ക് കുതിച്ചവരുടെ പാരമ്പര്യമാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. സത്യം മനസ്സിലായ ഉടനെ ഫൗൽഖിയ സഹറതു സാജിദീൻ, ഫറോവയുടെ ചെലവിൽ കൊണ്ടുവന്നിട്ടുള്ള ഏറ്റവും വലിയ മജീഷ്യന്മാര്, ഫറോവ കൊണ്ടുവന്നിട്ടുള്ള മജീഷ്യന്മാര് മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിലൂടെ അല്ലാഹു പ്രകടിപ്പിച്ച അത്ഭുത കൃത്യങ്ങൾ കണ്ടപ്പോ ഇത് തികച്ചും ദൈവീകമാണ്, അല്ലാഹു മാത്രം ചെയ്യുന്നതാണ്, ഇത് മാജിക് കൊണ്ട് കഴിയില്ലെന്ന സത്യം മനസ്സിലായപ്പോ ഫിർഔൻ എന്ത് വിചാരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് സത്യത്തിലേക്ക് കടന്നു വരാൻ അവർ താമസിച്ചിട്ടില്ല. എന്റെ നാട്ടുകാർ എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് സത്യത്തിലേക്ക് വരാൻ അവർ അമാന്തിച്ചിട്ടില്ല. എന്റെ കുടുംബങ്ങൾ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കും, എന്റെ നാട്ടിലുള്ള സ്ഥാനം എനിക്ക് തെറിച്ചു പോകില്ലേ, ഇനി സമൂഹത്തിൽ എനിക്ക് ജീവിക്കാനാവില്ലല്ലോ എന്നതൊന്നും അവർ ചിന്തിച്ചില്ല. സത്യമങ്ങ് ബോധ്യപ്പെട്ട അതേ നിമിഷത്തിൽ തന്നെ ഒന്നും ചിന്തിക്കാതെ ഫൗൽഖിയ സഹറതു സുജ്ജദാ എന്ന് ഖുർആൻ മറ്റൊരിടത്തും പറയുന്നു. സുജൂദിൽ വീഴുകയാണവർ. ഞങ്ങളിതാ മൂസ അലൈഹിസ്സലാം പരിചയപ്പെടുത്തിയ, ഹാറൂൻ അലൈഹിസ്സലാം പരിചയപ്പെടുത്തിയ അല്ലാഹുവിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. കാരണം എന്തെന്നല്ലേ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നത് ഞങ്ങൾക്ക് ചെന്നു ചേരാനുള്ള പരലോകത്ത് ഞങ്ങൾക്ക് വിജയം വേണം, അവിടെ ഞങ്ങൾ രക്ഷപ്പെടണം, അതിനു വേണ്ടിയാണെന്ന് പറഞ്ഞുകൊണ്ട് സത്യം മനസ്സിലായപ്പോൾ അതിലേക്ക് കടന്നു വരുന്നു. ഞാൻ ഈ ചരിത്രം എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് പറയുന്നത് പലർക്കും സത്യം മനസ്സിലാകാഞ്ഞിട്ടല്ല, പക്ഷേ പല സ്ഥാനമാനങ്ങൾ പോകുമോ, നാട്ടിൽ സമൂഹത്തിലുള്ള അംഗീകാരം നഷ്ടപ്പെടുമോ, ആളുകൾ എന്ത് വിചാരിക്കും, കൂട്ടുകുടുംബത്തിൽ ഒറ്റപ്പെടുമോ, നാട്ടിൽ വെറുക്കപ്പെട്ടവനാകുമോ? പ്രിയമുള്ളവരെ, എത്ര കാലമാണ് ഈ സ്ഥാനം, എത്ര കാലമാണ് ഈ അധികാരം, എത്ര കാലമാണ് ഈ ആളുകളുടെ പുഞ്ചിരി? നമുക്ക് നമ്മുടെ ഖബറിൽ കിടക്കണ്ടേ? വഹീദൻ ഫരീദൻ ഫിൽ മഖാബിരി സാവിയാ, ഏകനായി ഖബറിൽ കിടക്കേണ്ടി വരുന്ന ഒരു ദിവസം. അവിടെ കൂട്ടുകുടുംബമില്ല, പാർട്ടിയില്ല, ഗ്രൂപ്പില്ല, നേതാക്കളില്ല, മഹല്ലുകാരില്ല, അധികാരികളില്ല, തുണയില്ല, ഇണയില്ല, ആരുമില്ലാതെ അവനവൻ ചെയ്തിട്ടുള്ള അമലുകൾ മാത്രം തുണയായി തനിയായി കൊണ്ട് കിടക്കുന്ന നേരത്ത് അവിടെ വെച്ച് നമ്മുടെ ഖേദപ്രകടനം കൊണ്ട് റബ്ബേ ഒന്ന് മടക്കി അയച്ചാൽ, ദുന്യാവിലേക്കൊന്ന് മടക്കി തന്നാൽ അറിഞ്ഞ സത്യമനുസരിച്ചുകൊണ്ട് വൈകാതെ അമല് ചെയ്ത് മടങ്ങി വരാമായിരുന്നു എന്ന ദീനരോധനത്തിന് അവിടെ വിലയില്ലല്ലോ ഉപ്പമാരെ. മരണനേരത്ത് പോലും ആ ദീനരോധനം കേൾക്കാൻ ആരുണ്ട് ഉപ്പമാരെ? ക്കെല്ലാ വേണ്ട കേട്ടോ, ആ പൂതിയൊന്നും നടപ്പില്ല, അതൊക്കെ വെറും വർത്തമാനമാണ്. പൊയ്ക്കോ ഖബറിലേക്കെന്ന വിളിയാളമല്ലാത്ത എന്ത് മറുപടിയാ സഹോദരാ സഹോദരി നമുക്ക് കിട്ടുന്നത്? അതുകൊണ്ട് പഠിച്ചതനുസരിച്ചുകൊണ്ട് അമല് ചെയ്തോ, നന്നായി ചിന്തിച്ചോ, കാര്യം ശരിക്ക് മനസ്സിലാകുവോളം അധ്വാനിച്ചു പഠിച്ചോളൂ. ഔലിയാക്കളെ നമ്മൾ എതിർക്കുന്നുണ്ടോ? ഇല്ല. മറിച്ച് ഔലിയാക്കളെന്ന് പറഞ്ഞുകൊണ്ട് നിസ്കരിക്കാത്തവരെ, മാനസികമായി പ്രയാസമുള്ളവരെ, നിസ്കരിക്കാത്തവരെ അതൊരു കറാമത്തായി പറയുക. CM മടവൂരിനെ സംബന്ധിച്ചു പോലും പറഞ്ഞില്ലേ, നിസ്കരിക്കാറില്ലായിരുന്നു. വീട്ടിൽ ചെന്ന് അന്വേഷിച്ചപ്പോ കൈപ്പത്തി കാണിച്ചു കൊടുത്തു. കൈപ്പത്തിയിൽ കഅബ തിളങ്ങുന്നു, CM അവിടെ ഇമാമായി നിൽക്കുന്നു എന്ന് എഴുതി വെച്ചു. വാതിൽ പൊളിയിലേക്ക് ചൂണ്ടിക്കാണിച്ചു. ഒരു സ്ക്രീൻ എന്ന പോലെ അവിടെ കഅബാലയം തെളിയുന്നു, CM അവിടെ ഇമാമായിട്ട് നിസ്കരിക്കുന്നു എന്ന പൊട്ടത്തരം മലയാള ഭാഷയിൽ എഴുതി വെച്ചപ്പോൾ അത് അംഗീകരിക്കാനും ഉപ്പമാരെ, ഉമ്മമാരെ, നമ്മുടെ കൂട്ടത്തിൽ ആളുകൾ ഉണ്ടായില്ലേ? എത്ര സങ്കടകരമാണത്. വിശുദ്ധ റമദാനിൽ പോലും നോമ്പെടുത്തില്ലെന്ന് മാത്രമല്ല, തന്നെ സന്ദർശിക്കാൻ ദൂരദിക്കുകളിൽ നിന്ന് വന്നവരായ ആളുകൾക്കും അതുപോലെ തന്നെ നാട്ടിലുള്ള ആളുകൾക്കുമൊക്കെ പരസ്യമായി താൻ കുടിച്ച ചായയുടെ ബാക്കി നിർബന്ധിപ്പിച്ച് കുടിച്ചു നോമ്പ് തുറപ്പിച്ചു എന്ന് പറയുന്ന കാര്യം വരെ എഴുതി വിട്ടിട്ടില്ലേ? സ്വർണമോതിരം ധരിച്ചു എന്ന് എഴുതിയിട്ടില്ലേ? സ്വർണത്തിന്റെ ചെയിൻ ധരിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ടില്ലേ? സിഗരറ്റ് തുരുതുരാ വലിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ടില്ലേ? അദ്ദേഹത്തിന്റെ ഗുരുനാഥൻ എന്ന് പരിചയപ്പെടുത്തിയിട്ടുള്ള പുലിമൊയ്തീൻ താടി വളരെ ക്ലീൻ ഷേവ് ചെയ്ത് കൊമ്പൻ മീശയാണ് അദ്ദേഹം വളർത്തിയിരുന്നതെന്ന് എഴുതി വിട്ടിട്ടില്ലേ? അദ്ദേഹം ഒരു വഖ്ത് പോലും നിസ്കരിക്കാറില്ലായിരുന്നു എന്ന് വരെ ആ പുസ്തകത്തിലില്ലേ?
ഇതെങ്ങനെ ഉപ്പമാരെ ഈ വിശ്വാസവും പേറിക്കൊണ്ടെങ്ങനെ മരിച്ചു പോകും? ഈ വിശ്വാസവും പേറിക്കൊണ്ടെങ്ങനെ ഖബറിൽ പോകും? ഈ വിശ്വാസവും പേറിക്കൊണ്ടെങ്ങനെ ആഖിറത്തിൽ കിതാബ് വലത് കൈയിൽ കിട്ടാൻ വേണ്ടി കാത്തു നിൽക്കും? അതുകൊണ്ട് വിശ്വസിച്ചോ, റബ്ബാണ് പറയുന്നത്, ആ റബ്ബിന്റെ കലാമാണ് കൽപ്പിക്കുന്നത്. അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ, അവര് വിശ്വാസമുള്ളവരാണ്, തഖ്വയുള്ളവരാണ്. മമ്പുറത്തെ തങ്ങളെ കുറിച്ച് പോലും എഴുതിയില്ലേ, അദ്ദേഹം സ്വർണത്തിന്റെ മോതിരം ധരിച്ചിരുന്നു, പുരുഷന് ധരിക്കൽ ഹറാമായ പട്ടുവസ്ത്രം ധരിച്ചിരുന്നു എന്ന് എഴുതിയില്ലേ? അങ്ങനെ ഏതെല്ലാം എഴുതി പ്രിയമുള്ളവരെ, ഏതെല്ലാം രൂപത്തിലുള്ള കാര്യങ്ങൾ എഴുതി. എത്രത്തോളം ഇവര് പരിചയപ്പെടുത്തുന്ന ഔലിയാക്കളിൽ ചിലർ പറഞ്ഞതായി കൃത്യമായി തന്നെ അവരുടെ ഗ്രന്ഥങ്ങളിൽ പറയുന്നു. ഔലിയാക്കന്മാര് ചില പദവികളിലേക്ക് അങ്ങ് ഉയരും. ശരിക്കും മനസ്സിലാക്കണം നിങ്ങൾ. ഔലിയാക്കന്മാര് ചില പദവികളിലേക്ക് അങ്ങ് ഉയരും. വഖദ് യബ്ലുഗുൽ വലിയു ഇലാ ഹാലത്തിൻ, ചില ഹാലത്തിലേക്ക്, ചില അവസ്ഥകളിലേക്ക് ഔലിയ അങ്ങ് എത്തിച്ചേരും. ആ പദവിയിൽ അങ്ങ് എത്തിയാൽ പിന്നെ യസ്തവി ഫീ നദിരിഹി മഹല്ലു ശഹ്വതി വഗൈറുഹു, ആ പദവിയിലെത്തിയ ഒരു ഔലിയയുടെ കണ്ണ് പിന്നെ ഒരു പ്രത്യേക കണ്ണാണ്, അയാളുടെ നോട്ടം പിന്നെ ഒരു പ്രത്യേക നോട്ടമാണ്. അയാൾ ഒരു പെണ്ണിന്റെ ഔറത്തിലേക്ക് നോക്കിയാലും പ്രശ്നമല്ല. കേട്ടോ ആ വരികൾ, ഹത്താ യകൂന ഫർജുൽ ഉൻസാ വഹാദൽ ഹജറു യുശീറു ഇലാ ഹജരിൻ ബൈന യദൈഹി ബിമസാബത്തിൻ വാഹിദ. ഞാനതിന്റെ മലയാള ട്രാൻസ്ലേഷൻ പറയുന്നില്ല. ഒരു പെണ്ണിന്റെ ഫർജിലേക്കും ഒരു കല്ലിലേക്കും ഒരു വലിയ നോക്കുന്നത് ഒരുപോലെ ഉണ്ടാകൂ. കാരണം അയാൾക്ക് കല്ലും ഒരുപോലെ, ഇതും ഒരുപോലെ. കാരണം അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ കണ്ണിൽ മോശത്തരത്തിന്റെ ഇരുട്ടി പഴകിയിട്ടില്ല അയാളുടെ കണ്ണിൽ. മറിച്ച് തികച്ചും അയാൾ നോക്കുന്നത് ഇന്നമായ ബിനൂരില്ലാ അല്ലദീ ലാ യഹ്ദുറുഹു ശൈത്താൻ, ശൈത്താൻ ഒരിക്കലും പ്രവേശമില്ലാത്ത നിലക്ക് അള്ളാന്റെ നൂറുകൊണ്ട് മാത്രമാണ് അയാൾ നോക്കുന്നത്. ഇത് ഔലിയാക്കളുടെ തന്നെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ നബിമാരുടെ കാര്യം പറയാനുണ്ടോ എന്നവരെ ഇവരുടെ ഗ്രന്ഥങ്ങളിൽ എഴുതി വെക്കുകയാണ്. ഈ വിശ്വാസം പേറിക്കൊണ്ട് മരിച്ചു പോകാമോ? ഈ വിശ്വാസം പേറിക്കൊണ്ട് നമുക്ക് ജീവിക്കാമോ? തീർന്നില്ല. ഔലിയാക്കളുടെ മർത്തബ അങ്ങനെ ഉയർന്ന് ഉയർന്ന് അള്ളാഹു അവരെ എല്ലാ രൂപത്തിലുള്ള കാര്യങ്ങളും അങ്ങ് ഏൽപ്പിക്കുകയാണ്. പിന്നെ ഈ ഭൂമിയിൽ ഒരു ചെടി മുളക്കുന്നില്ല, ഒരു ഇലയും പച്ചപ്പിലേക്ക് നീങ്ങുന്നില്ല. ഇല്ലാ ബിനദിരിഹി, ആ വലിയന്റെ നോട്ടം കിട്ടിയാലല്ലാതെ. ഈ നിലക്കുള്ള വിശ്വാസങ്ങൾ അവർക്കൊരു തടി മാത്രമല്ല, 40 തടിയാണ്, 360 തടിയാണ് എന്നൊക്കെ വിശ്വസിക്കുന്ന ഒരു വിശ്വാസം വിശുദ്ധ ഖുർആനിലുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയുമോ? ഇല്ല. അപ്പോ പ്രമാണത്തിലില്ലാത്ത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനും സഹാബത്തിനും പരിചയമില്ലാത്ത അഖീദയും വിശ്വാസങ്ങളും വെച്ചു പുലർത്തുകയാണ് ഔലിയാക്കളെ കുറിച്ച്. എന്നിട്ട് അവരുടേതും അല്ലാത്തവരുടേതും ഒക്കെ പേരിൽ അറിയപ്പെടുന്ന ആ രൂപത്തിലുള്ള ഖബറുകളെ കെട്ടിപ്പടുക്കും, അവിടെ കുമ്മായമിടും. ഹബീബ് വിരോധിച്ച സംഗതിയല്ലേ? നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിനോട് അവിടുത്തെ പേര് കേൾക്കുമ്പോ സ്വലാത്ത് പറയുന്നത് എന്തുകൊണ്ടാ? സ്നേഹിച്ചിട്ടല്ലേ? എങ്കിൽ ആ റസൂലുള്ള പറഞ്ഞതും ഒന്ന് ശരിക്ക് കാത് തുറന്നു കേൾക്കണം. അല്ലാഹുവിന്റെ റസൂല് വിരോധിച്ചിരിക്കുന്നു അൻ യുജസ്സൽ ഖബറു, ഖബർ കുമ്മായമിടൽ, വഅൻ യുഖഅദ അലൈഹി, അതിന്മേലിരിക്കപ്പെടലും, വഅൻ യുബ്നാ അലൈഹി, അതിന്മേലെടുപ്പ് നിർമ്മിക്കപ്പെടലും വിരോധിച്ചു കഴിഞ്ഞ സംഗതിയാണെന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂലിനാൽ വിരോധിക്കപ്പെട്ട കാര്യങ്ങൾക്ക് ഉദ്ഘാടന സമ്മേളനങ്ങൾ നടത്തുന്ന, അതിന്റെ ഉറൂസുകളിൽ പോയി പങ്കെടുക്കുന്ന, അവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, അവിടെ വെച്ച് വെളുക്ക് കൊളുത്തുന്ന, ആ ജാറം മൂടുന്ന, ആ ഖബർ തൊട്ട് ചുംബിക്കുന്ന, ഏതുപോലെ എത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബർ കാണാൻ കിട്ടിയാൽ പോലും തൊടാനോ ചുംബിക്കാനോ പാടില്ലെന്ന് മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലെയുള്ള പണ്ഡിതന്മാർ എഴുതി വെച്ചിട്ട് ഞങ്ങളും ഷാഫി മദ്ഹബുകാരാണെന്ന് പറയുന്ന കക്ഷികൾ അതാ ജാറങ്ങൾ കെട്ടിപ്പടുക്കുന്നു. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബർ കണ്ട മഹാന്മാര് കഴിഞ്ഞു പോയിട്ടില്ലേ ലോകത്ത്?
അവരാ ഖബറുകൾ 3 ഖബറുകളല്ലേ ആ ഒരൊറ്റ റൂമിനകത്തുള്ളത്. അത് 3ഉം അവർ കണ്ടത് ഭൂമിയിൽ നിന്ന് ഒരു ചാണ് മാത്രം ഉയർത്തപ്പെട്ട നിലക്കാണെന്ന് കൃത്യമായി രേഖപ്പെടുത്തപ്പെടുമ്പോൾ ആ ഹബീബിനേക്കാൾ ആരാണിവിടെ വലിയവരുള്ളത് ഖബറുകൾ വലുതാക്കാൻ? നമുക്കത് അനുവദിക്കപ്പെട്ടതാണോ? ഹബീബിനോട് സ്നേഹമുണ്ടോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ബഹുമാനമുണ്ടോ? അവിടുന്ന് ഈ ലോകത്തോടതാ വഫാത്തിന്റെ ദിവസങ്ങൾക്ക് മുമ്പ് വരെ പറഞ്ഞില്ലേ, അതേ ശാപമുള്ള പ്രവൃത്തിയാണ് ജനങ്ങളെ. അതുകൊണ്ട് ഞാനിതാ നിങ്ങളോട് അലാ വ ഇന്നി അൻഹാകും അൻ ദാലിക, ഞാൻ നിങ്ങളോട് വിരോധിക്കുന്നു ഉമ്മത്തേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ? ആ നിലക്കല്ലേ ഇസ്ലാമിൽ നമുക്ക് ഖബറുമായി ബന്ധപ്പെട്ട മസലകൾ പഠിപ്പിച്ചു തന്നത്. അതേ അവസരത്തിൽ മരണചിന്തയുണ്ടാകുവാനും പരലോക ബോധമുണർത്തുവാനും എന്ന നിലക്ക് ആരുടെ ഖബറുകളും നമുക്ക് പോയി കാണാമെന്ന ഇസ്ലാമിലെ സിയാറത്ത്, അത് നമ്മുടെ കുടുംബങ്ങളുടേതും അല്ലാത്തതുമൊക്കെ പോയി കാണാം. അത് നമ്മൾ ചെയ്യേണ്ടതുമാണ്. ഒരു മരണപ്പെട്ട് ഖബറടക്കപ്പെട്ടിട്ടുള്ള ഒരാളുടെ ഖബർ കാണുമ്പോ മനസ്സിനുണ്ടാകുന്ന ഒരു പ്രത്യേകമായ ചിന്ത, ഞാനും വന്ന് കിടക്കേണ്ടുന്ന ഏകാന്ത ഭവനം, എന്റെ എല്ലാ കർമ്മങ്ങളുടെ രേഖകളും അതാതുമായി കൊണ്ട് ഞാൻ വരും. വലം യഖ്റുജു ഇല്ലാ ബിഖുത്നിൻ വഖിർഖത്തിൻ വമാ ആമറു മിൻ മൻസിലിൻ ളല്ല ഖാലിയാ. ഏത് വലിയ മുതലാളിയാണെങ്കിലും സമ്പന്നനാണെങ്കിലും സമ്പന്നയാണെങ്കിലും അല്പം കഫൻ കുടവയും പഞ്ഞിയുമല്ലാതെ എന്തുകൊണ്ടാ ഖബറിലേക്ക് പോകുന്നത്? ഒന്നുമില്ലല്ലോ. നിർമ്മാണം പൂർത്തിയായ വീട്ടിലൊന്ന് താമസിക്കാൻ പോലും കഴിയാത്ത നിലക്ക് ഈ ലോകത്തോട് വിട പറയുമ്പോ പോയി കിടക്കേണ്ട ലോകത്തെക്കുറിച്ചൊരു ചിന്തയുണരുന്ന നിലക്ക് ഖബറുകൾ ഇടയ്ക്കിടെ പോയി സന്ദർശിക്കുന്നത് നമുക്ക് ഗുണകരം തന്നെ. പക്ഷേ അതിനുവേണ്ടിയല്ല CM മടവൂരിന്റെ മഖാം എന്ന് പറയപ്പെടുത്തേടത്തേക്ക് പോകുന്നത്, പമ്പുറത്തേക്ക് പോകുന്നത്, ഒരു ജാറത്തിലേക്കും അതിനു വേണ്ടിയല്ല പോകുന്നത്. അവരെ വിളിച്ചു പ്രാർത്ഥിക്കാനാണ്, സങ്കടം പറയാനാണ്, സന്താന ലബ്ധിക്കാണ്, രോഗനിവാരണത്തിനാണ്, ജാറം മൂടാനാണ്, വിളക്ക് കത്തിക്കാനാണ്. അല്ലാഹുവിന്റെ റസൂൽ ശപിച്ചിട്ടുള്ള പരിപാടിയല്ലേ ജാറത്തിങ്കിൽ വിളക്ക് കൊളുത്തൽ. ആ ശാപം കിട്ടുന്ന അഭിശപ്തരുടെ ഗണത്തിലേക്ക് അതേ എറിയപ്പെടുന്ന നീചമായ പ്രവർത്തനത്തിന് വേണ്ടി പോകാൻ മുസ്ലിമേ, ഒരു കക്ഷിയോടുള്ള വിരോധം നിങ്ങൾക്ക് തടസ്സമാവുകയാണോ? എങ്കിൽ നിങ്ങൾ ഒന്നറിയണം, എല്ലാ കക്ഷി വൈരാഗ്യങ്ങളും മാത്സര്യങ്ങളും അവസാനിച്ച് മരണത്തിന്റെ മലക്കിന്റെ മുമ്പിൽ അങ്ങ് നീണ്ടു നിവർന്ന് കിടന്നു കൊടുക്കേണ്ട ഒരു ദിവസം വരുമ്പോ, റബ്ബേ നന്നായിക്കൊള്ളാം റബ്ബേ എന്ന വിലാപത്തെ കേൾക്കാൻ അവിടെ ആരുമുണ്ടാവില്ല, ഉത്തരം തരാൻ ആളുണ്ടാവില്ല. അതുകൊണ്ട് ശരിക്കുമെന്ന് ചിന്തിച്ചോ. ഭീമാപ്പള്ളിയിൽ പോയി നോക്ക്, ഇന്നും അരച്ച ചന്ദനങ്ങൾ കൊച്ചു കലങ്ങളിലാക്കിയിട്ട് സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ ആബാലവൃദ്ധം ജനങ്ങൾ ഭീമാപ്പള്ളിയുടെ ദർഗ ഇങ്ങനെ തവാഫ് ചെയ്യുന്ന ദുഃഖകരമായ കാഴ്ച. ഓ മുസ്ലിമേ, കഅബാലയത്തിന്റെ ചുറ്റുമല്ലാത്ത ഒരു തവാഫ് മുസ്ലിമീങ്ങൾക്കുണ്ടോ? എവിടെ നിന്ന് കിട്ടി? ആയത്തുകൾ കണ്ടേ, ഹദീസുകൾ കണ്ടേ ഇന്ന് വരെ ഓതിയോ? ജാറത്തിൽ വിളക്ക് കൊളുത്താൻ ഒരു ആയത്ത് ചോദിച്ചിട്ട് കിട്ടിയോ? ഹദീസ് ചോദിച്ചിട്ട് കിട്ടിയോ? അവിടെ ജാറം മൂടാൻ തെളിവ് കിട്ടിയോ? കുമ്മായമിടാൻ തെളിവ് കിട്ടിയോ? കിട്ടില്ല. ഖിയാമത്ത് നാൾ വരെ കിട്ടില്ല. കാരണം അത് പ്രമാണങ്ങളിലില്ല. അതുകൊണ്ട് പ്രമാണമനുസരിച്ച് ജീവിച്ചോളണം. പ്രമാണമനുസരിച്ച് ജീവിക്കാതിരുന്നാൽ പലർക്കും തിരുത്തി പറയേണ്ടി വരും. അതല്ലേ ജാറങ്ങളോടനുബന്ധിച്ചുകൊണ്ട് ചെണ്ടമുട്ടും കുഴൽവിളിയും അതുപോലെയുള്ള പരിപാടികളുമൊക്കെ നടത്തിയിരുന്ന ആളുകൾക്ക് ഇപ്പോഴത് കേൾക്കുമ്പോൾ ഒരു അലർജി തോന്നുന്നു. ഞങ്ങളതിന്റെ ആളുകളല്ലേ അല്ല എന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറാൻ നോക്കുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരാ സഹോദരി, നിങ്ങളാ പറയുന്ന മുസ്ലിയാക്കന്മാരോട് വളരെ ബഹുമാനത്തോടെ നിങ്ങളൊന്ന് ചോദിക്കൂ, നിങ്ങളെന്തെതിരായെന്നെന്ത് പറഞ്ഞിട്ടെന്ത് കാര്യം? 4 മദ്ഹബിന്റെയും കിതാബുകൾ കലക്കി കുടിച്ച അഗ്രഗണ്യനായ പണ്ഡിതനാണ് ആലിമുൽ അല്ലാമ എന്നറിയപ്പെടുന്ന ശാലിയാത്തി എന്ന് പറയുന്ന മഹാപണ്ഡിതൻ. ചെണ്ടമുട്ടിക്കൊണ്ടും കുഴൽ വിളിച്ചുകൊണ്ടും ജാറത്തിന്റെ അടുത്തേക്ക് സിയാറത്തിന് പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ഒരു തകരാറുമില്ലെന്ന ഫത്വ ഇന്നും ജീവിച്ചിരിപ്പില്ലേ? നിങ്ങളുടെ സുന്നി